സ്കീമ ഡിസൈൻ പ്രോബ്ലംസ്. സ്കീമ ഡിസൈൻ അതായത് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന സ്കീമ ഡിസൈനിൻ്റെ പ്രോബ്ലംസ് നിങ്ങളോട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കും. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരിക. ഇത് സപ്പോസ് ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ദാറ്റ് എ ഡാറ്റ വെയർ ഹൗസ് കൺസിസ്റ്റ് ഓഫ് 3 dimensions, ടൈം, ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ്, and 2 measures, count and charge, where charge is the fee that a doctor കളക്ട് ഫ്രം എ പേഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എന്യൂമറേറ്റ് 3 ക്ലാസ്സസ് ഓഫ് സ്കീമാസ്. ഒന്ന്, 3 സ്കീമാസ് എന്തൊക്കെയാണ്, ഡാറ്റ വെയർഹൗസ് സ്കീമാസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യണം. രണ്ടാമത് സ്കീമ ഡയഗ്രാം വരയ്ക്കണം ഫോർ ദിസ് കേസ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്. ഫോർ സ്റ്റാർട്ടിംഗ് വിത്ത് ബേസ് ക്യൂബേർഡ്, വാട്ട് സ്പെസിഫിക് ഒലാപ്പ് ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് ടു ലിസ്റ്റ് ദ ടോട്ടൽ ഫീ കളക്റ്റഡ് ബൈ ഈച്ച് ഡോക്ടർ ഇൻ 2. പിന്നെ ഒരു SQL ക്വറിയാണ് ചോദിച്ചിരിക്കുന്നതിൽ. അപ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഡാറ്റ വെയർ ഹൗസ് സ്കീമ ഡിസൈൻ ചെയ്യാനാണ് പറയുന്നത്. ഈ ഡാറ്റ വെയർ ഹൗസിലെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു സ്കീമ ഡയഗ്രത്തിൽ ഉണ്ടാവുക ഫാക്റ്റ് ടേബിളും സാധാരണ ഇതിൽ ഫാക്റ്റ് ടേബിൾസും ഡയമെൻഷൻ ടേബിൾസും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മെഷറിനെയാണ് നമ്മൾ ഫാക്റ്റ് എന്ന്, മെഷർ അല്ലെങ്കിൽ ഫാക്റ്റ് ഒന്ന് കോമൺ ഒരു സാധനം തന്നെയാണ്, മെഷേഴ്സ് അല്ലെങ്കിൽ ഫാക്റ്റ്. അപ്പോൾ ഇവിടെ കൗണ്ട് ആൻഡ് ചാർജ് ആണ് നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്. മെഷർ അല്ലെങ്കിൽ ഫാക്റ്റ്, കൗണ്ട് ആൻഡ് ചാർജ് ആണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു ഫാക്റ്റ് ടേബിൾ ഉണ്ടാക്കുക, അതിനകത്ത് വാല്യൂസ് ആയിട്ട് കൗണ്ടും ചാർജും കൊടുക്കാം. ഈ കൗണ്ട് അല്ലെങ്കിൽ കൗണ്ടും ചാർജുമാണ് നമ്മുടെ ഈ ഡാറ്റ വെയർഹൗസ് സ്കീമയിലെ ഫാക്റ്റുകൾ. ഈ ഫാക്റ്റിൻ്റെ പല രീതിയിലുള്ള വാല്യൂസാണ്, പല ആംഗിളിൽ നിന്ന് പല ഡയമെൻഷൻസ് എന്നുള്ള വാല്യൂസാണ് നമ്മൾ ഡാറ്റ വെയർഹൗസ് മാനിപ്പുലേഷനിൽ അല്ലെങ്കിൽ ഒലാപ്പ് ഓപ്പറേഷനിലൂടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു പിന്നെന്താ പറയുക, ചാർജ് ആണെങ്കിൽ ഒരു ഇയർലി ചാർജ്, മന്ത്ലി ചാർജ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ മാത്രം കളക്ട് ചെയ്യുന്ന ചാർജ്, അല്ലെങ്കിൽ കുറേ ഡോക്ടേഴ്സിൻ്റെ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സിൻ്റെ ചാർജ്, അങ്ങനെ കൗണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതാണ് ഈ കൗണ്ട് ആൻഡ് ചാർജാണ് ഫാക്റ്റ്. ഈ ഫാക്റ്റിൻ്റെ പല ഡയമെൻഷൻ എന്നുള്ള വാല്യൂസ് ആണ് നമ്മൾ ഒലാപ്പ് ഓപ്പറേഷനിൽ എടുക്കുന്നത്. അപ്പോൾ കൗണ്ട് അല്ലെങ്കിൽ കൗണ്ടും ചാർജുമാണ് ഇവിടെ ഫാക്റ്റ്. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ ഡയമെൻഷൻ ഇത് നമ്മൾ ഒരു ടേബിള്, ഫാക്റ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കുക. എല്ലാത്തിലും കേസിലും ഇങ്ങനെ ഫാക്റ്റ് അല്ലെങ്കിൽ മെഷേഴ്സ് എന്താണെന്ന് നോക്കുക, എന്നിട്ട് ഒരു ഫാക്റ്റ് ടേബിൾ വരയ്ക്കുക. ആ ഫാക്റ്റ് ടേബിൾ എന്താണ് വരുന്നത്, വാല്യൂസ് ആയിട്ട് ചാർജും കൗണ്ടും കൊടുക്കുക, അല്ലേ? ചാർജും കൗണ്ടുമാണ് ഇതിനകത്തുള്ള ഫാക്റ്റ്. അപ്പോൾ ചാർജും കൗണ്ടും ഫാക്റ്റായിട്ട് ഡിവൈൻ ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ചെയ്യുക. ഫാക്റ്റ് ടേബിൾ എന്ന് കൊടുക്കുക, അതിനകത്ത് എന്തൊക്കെയാണ് ചാർജ്, കൗണ്ട്, ഫാക്ട്സ്. അതിനുശേഷം നമുക്ക് ഡയമെൻഷൻസ് നോക്കാം. ഏതൊക്കെയാണ് ഡയമെൻഷൻസ്? ഏതൊക്കെയാണ് ഇതിൽ ഡയമെൻഷൻസ്? ടൈം, ഡോക്ടർ, പേഷ്യൻറ്റ്. ടൈം, ഡോക്ടർ, പേഷ്യൻ്റ് ആണ് 3 ഡയമെൻഷൻസ്. അപ്പോൾ നമ്മൾ 3 ഡയമെൻഷൻ ടേബിൾ ഡിക്ലെയർ ചെയ്യാം. ടൈം, ഡോക്ടർ, പേഷ്യൻറ്റ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ടൈം, ഡോക്ടർ, പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ ടേബിൾ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഡയമെൻഷൻ ടേബിളിനകത്ത് എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയമെൻഷൻ്റെ, ഇപ്പോൾ ടൈം എന്ന ഡയമെൻഷൻ്റെ പ്രൈമറി കീ കൊടുക്കുക, ടൈം കീ. അപ്പം കാരണം ആ ടേബിളിനകത്ത് ഓരോ ടൈമും ഒരു യുണീക്ക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈമറി കീ കൊടുക്കുക, ടൈം കീ. അതെല്ലാം അങ്ങനെ തന്നെ ചെയ്യണേ. അതായത് ഒരു ഡയമെൻഷൻ ടേബിളാണ് ഫസ്റ്റ് ഫീൽഡ്, അതിൻ്റെ പ്രൈമറി കീ ആണ്. പിന്നെ അതിന് ശേഷം ആ ടൈമിൻ്റെ ഡയമെൻഷൻസിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ വരാം? ഒരു ഡേ വരാം, വീക്ക് വരാം, മന്ത്, ക്വാർട്ടർ, ഇയർ. എന്ന് വെച്ചാൽ നമുക്ക് ടൈം എന്ന് പറയുമ്പോൾ ഇയർലി ഡാറ്റ വേണം, ഇയർലി കൗണ്ട് അല്ലെങ്കിൽ ഇയർലി ചാർജ് വേണം, മന്ത്ലി ചാർജ്, വീക്ക്ലി ചാർജ്, അങ്ങനെയുണ്ട്. അപ്പോൾ പല ഡയമെൻഷൻസിൻ്റെ പല എന്താണ് ലെവലുള്ള വാല്യൂസാണ്. അപ്പം ഇപ്പോൾ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് കൊടുക്കേണ്ടത് ടൈം കീ, ഡേ ഓഫ് വീക്ക്, മന്ത്, ക്വാർട്ടർ, ഇയർ. അപ്പോൾ ഇതെന്താണ് ഈ ടൈം എന്ന ഡയമെൻഷൻസിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഇതേപോലെ തന്നെ ഡോക്ടർ എന്ന ഡയമെൻഷൻ എന്താ വരിക? ഡോക്ടറിൻ്റെ ID, എല്ലാം പ്രൈമറി കീ ഫസ്റ്റ് ഒരു ID കൊടുക്കുക, ഡോക്ടർ ID. പിന്നെ ഡോക്ടർ നെയിം, ഫോൺ നമ്പർ, അഡ്രസ്, എക്സ്, ഇതൊക്കെ നമുക്ക് ഡോക്ടറുടെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ പേഷ്യൻ്റാണ്, പേഷ്യൻറ്റിൻ്റെ ID ആണ് അതിൻ്റെ പ്രൈമറി കീ. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രൈമറി കീ കൊടുക്കുക, പിന്നെ പേഷ്യൻ്റ് നെയിം, പേഷ്യൻ്റ് ഫോൺ നമ്പർ, സെക്സ്, ഡിസ്ക്രിപ്ഷൻ, അഡ്രസ്സ്, ഇതൊക്കെ അതിൻ്റെ ഡയമെൻഷൻസ് ആയിട്ട് പറയാം. ഓക്കെ, അങ്ങനെ കൊടുത്തതിന് ശേഷം ഈ ഓരോ ഡയമെൻഷൻ ടേബിളിനകത്തുള്ള പ്രൈമറി കീ ഇതിനകത്ത് ഫാക്റ്റ് ടേബിളിനകത്ത് ഫോറിൻ കീ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ടൈം കീ ഇവിടെ കൊടുത്തു, ഡോക്ടർ ID ഇവിടെ കൊടുത്തു, പേഷ്യൻ്റ് ID ഇവിടെ കൊടുത്തു. അങ്ങനെ 3 ഇതിനകത്തുള്ള, അതായത് ഡയമെൻഷൻ ടേബിളിനകത്തുള്ള പ്രൈമറി കീസ് ഇതിനകത്ത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ പറഞ്ഞ 3 വാല്യൂസും. അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ ഈ പ്രൈമറി കീയും ഈ ഫോറിൻ കീയും തമ്മിൽ കണക്ട് ചെയ്യുക.
ഈ പ്രൈമറിക്കും കറസ്പോണ്ടിങ് ഫോറിൻക്കും കണക്ട് ചെയ്യുക, ഇതുമായിട്ട് കണക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് സ്കീമ ഡയഗ്രമായി. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്റ്റ് ആയിട്ടുള്ള ചാർജിൻ്റെയും കൗണ്ടിൻ്റെയും പല ഡയമെൻഷനുള്ള വാല്യൂസ് നമുക്ക് എടുക്കാനാണ് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഇതാണ് അതിൻ്റെ ഈ ഡാറ്റ വെയർ ഹൗസിൻ്റെ സ്കീമയാണ്. അപ്പോൾ ഡാറ്റ വെയർ ഹൗസ് സ്കീമയിൽ വരുന്ന എന്താണ്, ഫാക്റ്റ് ടേബിളും ഡയമെൻഷൻ ടേബിൾസ്. ഒരു സെൻട്രൽ ഫാക്റ്റ് ടേബിൾ ഉണ്ടാവും ഈ സാധാരണ സ്കീമയാണെങ്കിൽ. അതല്ലെങ്കിൽ സ്കീമ കോൺസ്റ്റലേഷൻ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്റ്റ് ടേബിൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ സ്കീമ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഫാക്റ്റ് ടേബിൾ മതി, കാരണം ചാർജും കൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഡയമെൻഷൻ ടേബിളായിട്ട് എന്ന് പറയാം, ഇങ്ങനെ കൊടുത്തിട്ട് ടൈമും ഡോക്ടറും പേഷ്യൻറ്റും. പിന്നെ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്യൂമറേറ്റ് 3 ക്ലാസ് ഓഫ് സ്കീമാസ്. 3 പോസിബിൾ സ്കീമ പറയുമ്പോൾ എന്താ വെച്ചാൽ സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ ആൻഡ് കോൺസ്റ്റലേഷൻ. ഇതാണ് 3 സ്കീമാസ് പോസിബിൾ. അതാണ് നമ്മളിവിടെ ആൻസർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് 3 തരത്തിലുള്ള സ്കീമാസ് ആണുള്ളത്: സ്റ്റാർ, സ്നോഫ്ലേക്ക് സ്കീമ ആൻഡ് കോൺസ്റ്റലേഷൻ. സ്റ്റാർ, സ്നോഫ്ലേക്ക് ആൻഡ് ഇതാണ് 3 സ്കീമാസ്. രണ്ടാമതായിട്ട് നമ്മൾ സ്കീമ ഡയഗ്രാം വരച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ, സ്റ്റാർട്ടിങ് വിത്ത് ബേസ് ക്യൂബോയിഡ് വൺ സ്പെസിഫിക് ഒലാപ്പ് ഓപ്പറേഷൻ. നമുക്ക് ഏത് ഒലാപ്പ് ഓപ്പറേഷൻ യൂസ് ചെയ്താലാണ് എന്ത് ചെയ്യേണ്ടത് കിട്ടുക, ടോട്ടൽ ഫീ കളക്റ്റഡ് ബൈ ഈച്ച് ഡോക്ടർ ഇൻ 2010. 2010 ഓരോ ഡോക്ടറും കളക്ട് ചെയ്ത ടോട്ടൽ ഫീസാണ് നമ്മൾ അതിൻ്റെ ഒലാപ്പ് ഓപ്പറേഷൻ എന്താണെന്ന് നമ്മൾ പറയണം. ഒലാപ്പ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും വരുന്നത് റോൾ അപ്പ്, ഡ്രിൽ ഡൗൺ, സ്ലൈസ്, ഡൈസ്, ഇതൊക്കെയാണ്. ഓക്കെ, റോളപ്പ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേഷൻ, ഡ്രിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആട്രിബ്യൂ, പിന്നെ സ്ലൈസ് എന്ന് പറഞ്ഞാൽ സെലക്ഷനാണ് വൺ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഡയമെൻഷൻ. പിന്നെ എന്താണ്, പിന്നെ ഡൈസ് എന്ന് പറഞ്ഞാൽ 2 ആട്രിബ്യൂട്ടിൻ്റെ മുകളിൽ 2 ഡയമെൻഷൻ്റെ മുകളിലുള്ള സെലക്ഷനെയാണ് ഡൈസ്. അപ്പം സെലക്ഷൻ എന്താണ് എന്തൊക്കെയാണ് വരുന്നത് സ്കീമ ഓപ്പറേഷൻസ്? പിന്നെ റോളപ്പ്, ഡ്രിൽ ഡൗൺ, സ്ലൈസ്, ഡൈസ്, ഇതൊക്കെയാണ് ഓപ്പറേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഡോക്ടറും 2010 കളക്ട് ചെയ്ത ഫീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റേനെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഫീസ് കളക്റ്റഡ് ബൈ ഡോക്ടർ അല്ലേ, ചാർജും കൗണ്ടും ആണല്ലോ ഫാക്റ്റ്. അപ്പം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിനെ നമ്മൾ ഇയർ വൈസ് ആയിട്ട് റോളപ്പ് ചെയ്യുക. അതാണ് റോളപ്പ് ടൈം ഫ്രം ഡേ ടു ഇയർ. കാരണം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇയർലി ഡാറ്റയാണ് നമുക്ക് വേണ്ടത് അല്ലേ, 2010 ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. 2010 മൊത്തം ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇയർ വൈസ് ആയിട്ട് ഇതിനെ അഗ്രിഗേറ്റ് ചെയ്യുക. അതാണ് റോളപ്പ് ടൈം ഫ്രം ടൈം ടു ഇയർ. അപ്പോൾ എന്താണ് 2009 2010 ഡാറ്റ, 2011, അപ്പോൾ ഒരു ഇയർ വൈസ് ഡാറ്റയാണ് നമുക്ക് കിട്ടി. അതായത് മൊത്തം ചാർജ് കളക്റ്റഡ് അല്ലെങ്കിൽ മൊത്തം കൗണ്ട് എന്താണ്, ഇയർ വൈസുള്ള അഗ്രിഗേഷനാണ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫാക്റ്റിനകത്ത് വരുന്നത് എന്തൊക്കെയായിരുന്നു, ചാർജും കൗണ്ടാണ് ഫാക്റ്റ് അല്ലേ, ചാർജും കൗണ്ടാണ് ഫാക്റ്റ്. അപ്പം ഇയർ വൈസ് ആയിട്ട് അഗ്രിഗേഷൻ, ഈ ടൈമിനെ നമ്മൾ ഇയർ വൈസ് അഗ്രിഗേറ്റ് ചെയ്യുന്ന എന്നർത്ഥം എന്താണ്, നമുക്കുള്ള മൊത്തം ഡാറ്റയും അതായത് ഓരോ ഇയറിൽ 2010 മൊത്തം ചാർജ്, 2009 മൊത്തം ചാർജ്, അങ്ങനെയായിട്ട് അഗ്രിഗേറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായി, ഈ ഡാറ്റേനെ അഗ്രിഗേറ്റ് ചെയ്യാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റോളപ്പ് ടൈം ഫ്രം ഡേ ടു ഇയർ. ഓക്കെ, അതിന് ശേഷം അപ്പോൾ എന്താണ് ഇയർ വൈസ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്യും. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ 2010 ഈ കളക്റ്റഡ് ബൈ ഈച്ച് ഡോക്ടർ, ഈച്ച് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, പിന്നെ പേഷ്യൻ്റ് പിന്നെ എന്താണ് പേഷ്യൻ്റ് വൈസ് ആയിട്ട് നമുക്ക് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം, റോളപ്പ് പേഷ്യൻറ്റ് ഫ്രം പേഷ്യൻറ്റ് ടു ഓൾ, എല്ലാ പേഷ്യൻറ്റിനെയും മൊത്തം ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്യുകയും ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ഡോക്ടറിൻ്റെ പല പേഷ്യൻറ്റിനും ഫീസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റോളപ്പ് പേഷ്യൻ്റ് ഐ ഡി ടു ഓൾ എന്ന് വെച്ചാൽ എല്ലാ പേഷ്യൻസിൻ്റെയും കൂടെ നമ്മൾ എന്താണ് പിന്നെ റോളപ്പ് പേഷ്യൻറ്റ് ഫ്രം ഇൻഡിവിജ്വൽ ടു പേഷ്യൻറ്റ് ടു ഓൾ. അപ്പോൾ അത് നമ്മൾ റോളപ്പ് ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്താണ് മൊത്തം പേഷ്യൻറ്റിന് ഓരോ ഡോക്ടറും മൊത്തം പേഷ്യൻസിന് വേണ്ടി കളക്ട് ചെയ്ത ഫീസായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സെലക്ട് ചെയ്യേണ്ട എന്താണ് 2010 റെക്കോർഡ്സ്. അപ്പോൾ എന്താണ്, യു അപ്ലൈ എ സ്ലൈസ് ഓപ്പറേഷൻ. സ്ലൈസ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓപ്പറേഷനാണ്. സ്ലൈസ് ഫോർ ടൈം ഈക്വൽ 2000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇയർ വൈസ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്തു. എന്നിട്ട് അതുപോലെ തന്നെ അതായത് പിന്നെ ഡേ റോളപ്പ് ഡേ ഫ്രം ഡേ ടു ഇയർ, സ്ലൈസ് ഫോർ 2010 ആൻഡ് റോളപ്പ് എന്താണ് റോളപ്പ് പേഷ്യൻ്റ് ഐ ഡി ടു ഓൾ. അപ്പം മൊത്തം പേഷ്യൻസിന് വേണ്ടിയിട്ട് ഓരോ 2010 എന്ന ഇയറിൽ 2010 കളക്ട് ചെയ്ത പിന്നെ ഫീസ് കിട്ടും. ഓക്കെ.